ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് അവരുടെ ചരിത്രത്തിലെ 15ാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ലാ ഡെസിമ ക്വിൻറ്റ അവർ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ മത്സരത്തിന് ശേഷം അവരുടെ പ്രസിഡൻ്റായിട്ടുള്ള പെരസ് പറയുന്നത് ഇനി ലക്ഷ്യം അപ്പോർല 16 ആണെന്നുള്ളതാണ്. 16ാമത്തെ ടൈറ്റിലാണ് അവരുടെ ലക്ഷ്യം. അതായത് ജസ്റ്റ് അനദർ ഡേ ഇൻ ദി ഓഫീസ്. അത്ര മാത്രമേ റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഇന്നലത്തെ മത്സരത്തെ കണ്ടിട്ടുള്ളൂ. അതേ രീതിയിൽ തന്നെയാണ് റയൽ മാഡ്രിഡ് ഈ ചാമ്പ്യൻസ് ലീഗിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം. ജസ്റ്റ് ഒരു ഫോർമാലിറ്റി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ വെറും ഒരു ഫോർമാലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. അൺബിലീവബിൾ സ്റ്റഫാണ്. ഇത് ഒരു സ്പെഷ്യൽ ഫുട്ബോൾ ക്ലബ്ബാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു ക്ലബ്ബേ അല്ല. ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം പൂപ്പറിക്കുന്ന ലാഘവത്തോടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതും ഇടക്കും തലക്കും വെച്ചിട്ടല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരന്തരം കൺസിസ്റ്റൻ്റ് ആയിട്ട് സീസൺ ആഫ്റ്റർ സീസൺ അവർ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് അത്ഭുതങ്ങൾ! അപ്പോൾ ഇതൊരു മിറാക്കിൾ ക്ലബ്ബാണെന്നുള്ളത് വെറുതെ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. മാത്രമല്ല, ഇതെങ്ങനെയാണ് ചെങ്ങായിമാരെ നിങ്ങൾക്ക് ഇതിങ്ങനെ നിരന്തരം ചെയ്യാൻ സാധിക്കുന്നത്, ഇങ്ങനെ സീസൺ ആഫ്റ്റർ സീസൺ ചെയ്യാൻ സാധിക്കുന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഇത് മിറാക്കിൾ ക്ലബ്ബാണ്, റയൽ മാഡ്രിഡ് ആണ്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവരെ സംബന്ധിച്ചോളം അവരുടെ പ്രധാന മോട്ടോ എന്ന് പറഞ്ഞാൽ ജയിക്കുക, കപ്പുകൾ വാരിക്കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകം ഫുട്ബോളിങ് ഫിലോസഫി ഒന്നും അവർ പിന്നെ ഉറ്റുനോക്കുന്നൊന്നുമില്ല. അവരുടെ ഫിലോസഫി എന്താണ്? കപ്പുകൾ വാരിക്കൂട്ടുക എന്ന് തന്നെയാണ്. അത് അവരിങ്ങനെ വൃത്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏറ്റവും ആരാധകരെ സംബന്ധിച്ചോളം സുഖമുള്ള കാര്യം എന്താണ്? അവർക്ക് കപ്പുകൾ തങ്ങളുടെ ക്ലബ്ബ് വാരിക്കൂട്ടുന്നത് കാണുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇമോഷൻ, ആ ഒരു ഫീലിംഗ് നിരന്തരം റയൽ മാഡ്രിഡിൻ്റെ ആരാധകർക്ക്, ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആരാധകർക്ക് കൊടുക്കുന്നുണ്ട്. അതിലും വലുത് ഇനി എന്താ വേണ്ടത്? പിന്നെ ഇത് 15ാമത്തെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലാണ് അവർ അടിച്ചിട്ടുള്ളത്. 15ാമത്തെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ. കഴിഞ്ഞ 11 സീസണുകളിൽ 6 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുകൾ റയൽ മാഡ്രിഡിനാണ് അടിച്ചിട്ടുള്ളത്. അൺബിലീവബിൾ സ്റ്റഫാണ് ഇതൊക്കെ. സ്റ്റഫ് ഓഫ് ഡ്രീംസ് ആണ്. അതായത് ചില ക്ലബ്ബുകളൊക്കെ കഷ്ടപ്പെടുകയാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാനായിട്ട്. ഒരേ ഒരെണ്ണം നിരന്തരം പൈസ ചിലവഴിക്കുന്നു, പലതരത്തിലുള്ള സ്ട്രാറ്റജി മുമ്പോട്ട് വെക്കുന്നു, എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. എന്തിന്? ആ ഒരൊറ്റ ടൈറ്റിലിന് വേണ്ടിയിട്ട്. ആ ഒരു സമയത്താണ് ഇവന്മാരിങ്ങനെ അടിച്ചു കൂട്ടുന്നത്. അതായത് ഇതൊന്നും ഒന്നുമല്ല, ജസ്റ്റ് അനദർ ഡേ ഇൻ ദി ഓഫീസ് ആണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എന്താണ്? ഒരു മര്യാദ വേണ്ടേ? റയൽ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചോളം അവർ ഇതിപ്പോൾ യൂസ്ഡ് ടു ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. മാക്സിമം എൻജോയ് ചെയ്യുക. പെരസ് എന്ന് പറയുന്ന ചെങ്ങായി തലപ്പത്തിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാജമോഹൻ ബോംബെയിൽ നിന്ന് വരികയാണ്. അതായത് ഈ മിക്സിലേക്ക് എംബാപ്പയെ കൂടി ആഡ് ചെയ്യിപ്പിക്കുകയാണ് മിസ്റ്റർ പെരസ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ചെങ്ങായി? പിന്നെ ഡോൺ കാർലോയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാനേജറിനെ സംബന്ധിച്ചോളം ഇതൊരു ഗോഡ് സീസണാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അൺബിലീവബിൾ സീസണാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, കാർലോ ആഞ്ചലോട്ടി നേരിട്ട തരത്തിലുള്ള പ്രശ്നങ്ങൾ വേറെ ആരെങ്കിലും ഈ സീസണിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെലിവർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല മാനേജർമാരും ഇഞ്ചുറി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ കാർലോ ആഞ്ചലോട്ടി എന്താണ് ചെയ്തത് എന്നുള്ളത് ഒരു പാഠപുസ്തകമാണ് ബാക്കിയുള്ള മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയധികം ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടാണ് കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന ഡോൺ കാർലോ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കണ്ടെത്തിക്കൊണ്ട് ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള സീസൺ ഡെലിവറി ചെയ്തിരിക്കുന്നത്. അത് ചെറിയൊരു സംഭവമല്ല. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സീസൺ തുടങ്ങിയത് എങ്ങനെയാണ്? കരീം ബെൻസിമ എന്ന് പറയുന്ന റയൽ മാഡ്രിഡിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുത്തുള്ള ടാലിസ്മാനിക് ഫിഗർ പോവുകയാണ്. അദ്ദേഹത്തിന് പകരക്കാരനെ കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പെരസ്. പകരം ജൂഡ് ബെല്ലിംഗാം വരുന്നു. ഹൊസലു എന്ന് പറയുന്ന സീസൺഡ് ആയിട്ടുള്ള ഒരു ലാലിഗയിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ട്രൈക്കർ വരുന്നു. എന്നിട്ടോ ആ ഹൊസലിൽ നിന്നും ബെസ്റ്റ് എടുക്കാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ റയൽ മാഡ്രിഡ് പോലുള്ള ഒരു ക്ലബിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു സ്ട്രൈക്കർ അല്ല ഹൊസലു, നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. അപ്പോൾ ഒരു ഡിഫറൻറ്റ് സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. ഒരുപാട് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അവരെങ്ങനെ അവരുടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അതിനുള്ള സൊല്യൂഷൻ കാർലോ ആഞ്ചലോട്ടി കണ്ടെത്തുന്നു. തൻ്റെ ആ ഒരു ഡയമണ്ട് ഫോർമേഷനിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് റയൽ മാഡ്രിഡ് ഫ്ലറിഷ് ചെയ്യുന്ന നമ്മൾ കാണുന്നത്. അതിനിടയിലാണെങ്കിൽ സെൻറ്റർ ബാക്കുകൾ നഷ്ടപ്പെടുന്നു, കീപ്പർ നഷ്ടപ്പെടുന്നു, ചെമേനിയെ സെൻറ്റർ ബാക്കായിട്ട് കളിപ്പിക്കുന്നു, കാർവാഹാൽ സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ പോലും റുഡിഗറും നാച്ചോയുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാച്ചോ ഒരു ഫസ്റ്റ് ചോയ്സ് റയൽ മാഡ്രിഡ് സെൻറ്റർ ബാക്കല്ല, പക്ഷേ നാച്ചോ റയൽ മാഡ്രിഡിന് വേണ്ടി എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർ മാഡ്രിഡ്സ്റ്റി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നമുണ്ടായിരുന്നു. വിനി ജൂനിയർക്ക് ഇടയ്ക്ക് ഇഞ്ചുറി പറ്റുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിലൊന്നും തളരുന്നില്ല. പല മാനേജർമാരും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നൊലോളിയും കരച്ചിലും ആയിരിക്കും. പക്ഷെ അവിടെയാണ് കാർലോ അഞ്ചലോട്ടി വ്യത്യസ്തനാകുന്നത്. ഒരു തരത്തിലും മോങ്ങലില്ല, ഒരു നൊലോളിയും ഇല്ല, ഒരു കംപ്ലയിൻസും ഇല്ല. പിന്നെ ജാനുവരിയിൽ മറ്റൊരു സെൻറ്റർ ബാക്കിന് വേണമെന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം വേണ്ട എന്നുള്ള രീതിയിലുള്ള മറുപടിയൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള ഉള്ളത് കൊണ്ട് അടിപൊളി ഓണം കാഴ്ചവെക്കുന്ന തരത്തിലുള്ള ഒരു മാനേജറാണ് കാർലോ അഞ്ചലോട്ടി. പെരസ് എന്തായാലും ഈ സീസണിൽ ഇത്രയധികം കാര്യങ്ങൾ കാർലോ അഞ്ചലോട്ടി ഡെലിവറി എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെയാണ് ഡോൺ കാർലോ വ്യത്യസ്തനാകുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ 5ാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഒരു പ്ലെയർ എന്ന രീതിയിലും അദ്ദേഹം 2 ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട്. 7 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ മുത്തമിടാൻ സാധിച്ചിട്ടുള്ള ഒരു ചങ്ങായാണ് ഡോൺ കാർലോ. മത്സരത്തിന് ശേഷം ചങ്ങായി എല്ലാവരുടെയും കൂടെ നിന്ന് ഡാൻസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർ മാനേജറാണ് ചങ്ങായി നമുക്ക് എല്ലാവർക്കും എന്നാണ്. അതോടൊപ്പം തന്നെ ഒരു ഇൻക്രെഡിബിൾ ടാക്ടീഷ്യൻ കൂടിയാണ്. അപ്പോൾ ഈ മത്സരത്തിലും സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള സംഭവം. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ജീനിയസ് ഓഫ് എ മാനേജറാണ് കാർലോ അഞ്ചലോട്ടി. 64ാമത്തെ വയസ്സിലാണ് ചങ്ങായി ഇതൊക്കെ ഇങ്ങനെ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് എ മാൻ. പിന്നെ എന്താണ് ഈ കാർലോ അഞ്ചലോട്ടിയുടെ തന്നെ കാര്യത്തെക്കുറിച്ച് ജോസെ മൗറിഞ്ഞോ പറഞ്ഞത് എന്താണ്? ആളൊരു സോഷ്യൽ മീഡിയ കോച്ചല്ല എന്നുള്ളതാണ്. ഒരു സോഷ്യൽ മീഡിയ കോച്ചല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ടാക്ടിക്സും അത്തരത്തിലുള്ള ടാക്ടിക്കുകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മെഡലുകൾ സംസാരിക്കുന്നുള്ളൊരു കാര്യമാണ് ജോസെ മൗറിഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. കൃത്യമാണ്. എത്രയധികം മെഡലുകൾ! 5 ഡിഫറെൻറ്റ് ലീഗുകളിൽ ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയിട്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് കാർലോ അഞ്ചലോട്ടി. ഒപ്പം 5 ചാമ്പ്യൻസ് ലീഗ് ഇടങ്ങൾ സ്വന്തമാക്കിയിട്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് കാർലോ അഞ്ചലോട്ടി. അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിനെ പോലും പല ആളുകളും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ട്രോഫികൾ സംസാരിക്കും. ട്രോഫികൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാർലോ അഞ്ചലോട്ടി വൺ ഓഫ് ദി ബെസ്റ്റ് മാനേജേഴ്സ് ഓഫ് ഓൾ ടൈം ആണ്. സംശയമില്ലാത്തൊരു കാര്യമാണ്. വാട്ട് എ മാനേജർ എന്താ അല്ലേ. പിന്നെ റയൽ മാഡ്രിഡ് ഉൾപ്പെടുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകൾ വെറും ഒരു ഫോർമാലിറ്റി മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 9 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ അവർ തുടർച്ചയായി വിജയിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇൻക്രെഡിബിൾ സംഭവമാണ്. 18 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ 15 റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് റേറ്റ് ആണ് അത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സക്സസിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. അപ്പോൾ എന്താണ് 90 മിനിറ്റുള്ള ഫുട്ബോൾ മത്സരം, ഫുട്ബോൾ ഗെയിമിൽ നിങ്ങൾ ചിലപ്പോൾ ആധിപത്യം പുലർത്തിയേക്കാം, നിങ്ങൾക്ക് പൊസഷൻ ഡോമിനേറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം, നിങ്ങൾക്ക് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചേക്കാം, നിങ്ങൾക്ക് റയൽ മാഡ്രിഡിനെ ഹേർട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കാം. പക്ഷേ അവസാന വിസിൽ മുഴങ്ങുമ്പോൾ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിടുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഡോർട്ട്മുണ്ട് ഇന്നലെ മനോഹരമായിട്ട് കളിച്ചു. പക്ഷേ മനോഹരമായിട്ട് കളിച്ചാൽ പോരാ. റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ മനോഹരമായിട്ട് കളിച്ചാൽ പോരാ. പകരം റയൽ മാഡ്രിഡിനെ കൊല്ലാൻ സാധിക്കണം. ഒരു തരി ശ്വാസം ബാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ അവസാന നിമിഷങ്ങളിൽ തിരിച്ചു വരും. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മാൻ സിറ്റിയോടോ PSG ഒക്കെ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ മാൻ സിറ്റിയോടോ ചെൽസിയോടോ PSG ഒക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ അവരെ കൊന്നുകളയണം. അല്ലാതെ ഒരു രക്ഷയില്ല. ഒരു തരി ശ്വാസം ബാക്കി വെക്കാൻ പാടില്ല. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ചില ആളുകൾ പറയുന്നൊരു കാര്യം ഉണ്ടാവും, ഡോർട്ട്മുണ്ടിന് കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഡോർട്ട്മുണ്ട് വിജയിച്ചേനെ എന്നുള്ളത്. ശരിയാണ്, ഒരു പക്ഷേ അവർ വിജയിച്ചേനെ. പക്ഷേ ഒരു ഗോൾ റയൽ മാഡ്രിഡ് കൺസീഡ് ചെയ്തിരുന്നെങ്കിൽ അവരവരുടെ സ്ട്രാറ്റജി മാറ്റില്ല എന്നുള്ളതിന് എന്താണ് നിങ്ങൾക്ക് ഉറപ്പ്? കാർലോ അഞ്ചലോട്ടി എന്ന് പറഞ്ഞ മാനേജർ ഒരു ഗോൾ കൺസീഡ് ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ട്രാറ്റജി മാറ്റും. അവർ വേറെ രീതിയിലായിരിക്കും കളിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ അത് നമ്മൾ കണ്ടതാണ് അവരുടെ രീതി മാറിയത്. ആ ഒരൊറ്റ ഗോൾ വന്നതോട് കൂടിയിട്ട് പിന്നെന്താണ് അവർ സംബന്ധിച്ചോളം പിന്നെ അവരുടെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് പോലെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു കാർവഹാലിൻ്റെ ഗോൾ വന്നതിന് ശേഷം പിന്നെ അതൊരു റയൽ മാഡ്രിഡിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ട് എക്സസൈസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതാണ് അവരുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ. അവർക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അവരെ പണിഷ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിൽ നന്നായി പണിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള അളവിൽ ഒപ്പോസിഷൻ ടീമിനെ പണിഷ് ചെയ്യും, കിരീടം സ്വന്തമാക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ റയൽ മാഡ്രിഡിനെതിരെ നന്നായി കളിച്ചാൽ പോരാ, റയൽ മാഡ്രിഡിനെ കൊല്ലാൻ സാധിക്കണം. കൊന്നില്ലെങ്കിൽ അവർ പഞ്ഞിക്കിട്ട് പോകും. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അൺബിലീവബിൾ സ്റ്റഫാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ അവർ എവിടെ നിന്നൊക്കെയാണ് ഗോള് കണ്ടെത്തുന്നതാണ് നമ്മൾ ആലോചിക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തുന്നത്, ഇതെങ്ങനെയാണ് സാധിക്കുന്നതാണ്. കാർവഹാലാണ് അവർക്ക് വേണ്ടി 74ാമത്തെ മിനിറ്റിൽ കോർണറിൽ നിന്ന് ടോണി ക്രോസിൻ്റെ കോർണറിൽ നിന്ന് ഗോൾ അടിക്കുന്നത്. അതിന് മുമ്പ് ഡോർട്ട്മുണ്ടിന് ഒരു വാർണിംഗ് സൈൻ കിട്ടിയതാണ്. ഇതേപോലെ തന്നെ കോർണർ ലഭിച്ചുള്ള സാഹചര്യത്തിൽ ടോണി ക്രോസിൻ്റെ മനോഹരമായിട്ടുള്ള ഡെലിവറിയിൽ ആ ഒരു നിയർ പോസ്റ്റിലേക്കുള്ള കാർവഹാലിൻ്റെ റണ്ണ് നമ്മൾ കണ്ടു, അദ്ദേഹം ഹെഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ആ സമയത്ത് ആ ഹെഡർ ബാറിന് മുകളിലൂടെ പോകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ അതൊരു കൃത്യമായിട്ടുള്ളൊരു വാർണിംഗ് സൈൻ ആയിരുന്നു. അത് പക്ഷേ ഡോർട്ട്മുണ്ടിന് മനസ്സിലായില്ല. 74ാമത്തെ മിനിറ്റിൽ അതേപോലെ ആ ഒരു കോർണറിൽ നിന്ന് നിയർ പോസ്റ്റിലേക്കുള്ള കാർവഹാലിൻ്റെ റണ്ണിനെ തടയാൻ ഡോർട്ട്മുണ്ടിന് സാധിച്ചില്ല. അതുവരെ മനോഹരമായിട്ട് അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് സാധിച്ചില്ല.
അത് കൃത്യമായിട്ട് കാർവഹാൽ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് വലയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഹുമ്മൽസ് കൈകൊണ്ട് തടയാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അത് കൈകൊണ്ട് തൊട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിപ്പോയേനെ. പക്ഷേ കാർവഹാൽ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. 2017 ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഡാനി കാർവഹാൽ എന്നുണ്ടായിരുന്നു. ഇന്നൊരു പടി മുന്നിൽ കടന്നുകൊണ്ട് അസിസ്റ്റ് അല്ല, ഗോൾ തന്നെ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ക്ലച്ച് മൊമെൻറ്റിൽ ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ആ ഗ്രൗണ്ടിൽ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ചങ്ങായി ഡാനി കാർവഹാൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ആ ചങ്ങായി തന്നെ ഹെഡ് ചെയ്ത് ഗോളാക്കിയിരിക്കുകയാണ്, അതും കോർണറിൽ നിന്ന്. അൺബിലീവബിൾ സ്റ്റഫ്. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ റയൽ മാഡ്രിഡിന് സാധിക്കും. മാത്രമല്ല ഇതിൽ കാർലോ ആഞ്ചലോട്ടിക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡാനി കാർവഹാലിൻ്റെ മൊത്തം സീസണുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാഡ്രിഡ് ബോയ് ആണെന്ന് നമുക്കറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സീസണുകളും എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഒരു ക്യാമ്പയിനിൽ മാത്രമാണ് 2 ഗോളുകൾ ഇതിനു മുമ്പ് അടിച്ചിട്ടുള്ളൂ. അത് തുടക്കകാലത്താണ്. അതിനുശേഷം അദ്ദേഹത്തിന് പല സീസണുകളിലും ഗോൾ പോലും അടിക്കാൻ പറ്റാത്ത സീസണുകൾ ഉണ്ടായിട്ടുണ്ട്, 1 ഗോൾ അടിച്ച സീസണുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹം ഓൾ കോമ്പറ്റീഷൻസിൽ 6 ഗോളുകളും 5 അസിസ്റ്റുകളും ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നാണ്. ഇൻക്രെഡിബിൾ സ്റ്റഫാണത്. അതിൽ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ 1 ഗോൾ അടിക്കുന്നു, ലാലിഗയിൽ 4 ഗോളുകൾ അടിക്കുന്നു. അത്തരത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രൊലിഫിക് ആയിട്ടുള്ള സീസണാണ് ഈ സീസൺ ഉണ്ടായിട്ടുള്ളത്. അതിന് നമ്മൾ കാർലോ ആഞ്ചലോട്ടിക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ. കാർലോ ആഞ്ചലോട്ടി കഴിഞ്ഞ നവംബറിലെങ്ങാനും ഈ സെറ്റ് പീസുകളിൽ നിന്നുള്ള ഈ ഡാനി കാർവഹാലിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ കാർലോ ആഞ്ചലോട്ടി വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാക്ക്റൂം സ്റ്റാഫുകൾ സ്വാഭാവികമായിട്ടും സെറ്റ് പീസുകളെ കുറിച്ച് പിന്നെ പഠിച്ചിട്ടുണ്ട്, സെറ്റ് പീസുകളിൽ കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രൂട്ട്സ് ആണ് ഇപ്പോൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെവിയക്കെതിരെ ഇതേപോലത്തെ ഒരു ഗോൾ ഈ സീസണിൽ ഡാനി കാർവഹാൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അദ്ദേഹം ഡെലിവറി ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചാമ്പ്യൻസ് ലീഗ് കരിയറിലെ 2ാമത്തെ ഗോൾ മാത്രമാണിത്. 9 വർഷങ്ങൾക്ക് മുമ്പ് ഷാക്താറിനെതിരെയാണ് അദ്ദേഹം ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് ചാമ്പ്യൻസ് ലീഗിൽ. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ അദ്ദേഹം ഡെലിവറി ചെയ്തിരിക്കുകയാണ്. വാട്ട് എ പ്ലെയർ. ശരിയാണ്, ഈ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലൊക്കെ അദ്ദേഹം ഡിഫെൻസീവ്ലി ഇടങ്ങറാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതിന് ഈ ഹൈലൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു പ്രധാന പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ അദ്ദേഹം റിക്കവറി റൺസൊക്കെ നടത്തിയിട്ട് പല സാഹചര്യങ്ങളും ടാക്കിളൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ആ അഡിയമിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അവസരത്തിലൊക്കെ ആ ഒരു 1v1 സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൽ പിന്നെ ഡാനി കാർവഹാലായിരുന്നു അഡിയമിയെ ഓൺ സൈഡാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹം തിരിച്ചു വന്നിട്ട് അവിടെ ഒരു ടാക്കിൾ നടത്തിയിട്ട് അത് കോർണറിലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലെങ്കിലും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് അദ്ദേഹം കാഴ്ചവെക്കുകയാണ്. അദ്ദേഹം കോൾഡാണ്, ഒരു രക്ഷയില്ല. അദ്ദേഹത്തിന് ഐസിൻ്റെ വെയിൻസ് ഉള്ള ചങ്ങായിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ഫുട്ബോളറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 6ാമത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലായിരുന്നു ഇന്നലെ നടന്നിരുന്നത്. 6 ചാമ്പ്യൻസ് ലീഗുകളിലും റയൽ മാഡ്രിഡിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏകതാരമാണ് ചങ്ങായി എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡാനി കാർവഹാൽ തന്നെ ഈ 2024 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഡോട്ട്മുണ്ടിനെതിരെ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹം ഡെലിവറി ചെയ്തിരിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള കഥയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ ഡാനി കാർവഹാൽ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നു. പിന്നെ 2ാമത്തെ ഗോൾ വിനി ജൂനിയറാണ് അടിക്കുന്നത്. വിനി ജൂനിയർ അടിക്കുന്നത് ഇയാൻ മാറ്റ്സൺ അതുവരെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെൽസിയിൽ നിന്നും ഡോട്ട്മുണ്ടിലേക്ക് ലോണിൽ പോയിട്ടുണ്ടായിരുന്ന ഇയാൻ മാറ്റ്സൻ്റെ ഒരു വളരെ ഡ്രെഡ്ഫുൾ ആയിട്ടുള്ള ഒരു തരത്തിലും പിന്നെ കൺവിക്ഷൻ ഇല്ലാതെ കൊടുത്ത പാസ് നേരെ ജൂഡ് ബെല്ലിംഗാമിന് കൊടുത്ത പാസിനും ജൂഡ് ബെല്ലിംഗാം വിനി ജൂനിയർ റിലീസ് ചെയ്യുന്നു. വിനി ജൂനിയർ മനോഹരമായിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 2-0 എന്നുള്ള സ്കോർ ലൈനാണ് റയൽ മാഡ്രിഡ് വിജയിക്കുന്നത്. വിനി ജൂനിയറിനെ സംബന്ധിച്ചോളം ഈ സീസണിൽ 10+ ഗോൾ കോൺട്രിബ്യൂഷൻസ് ചാമ്പ്യൻസ് ലീഗിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് 2 ആളുകൾ മാത്രമാണ്, ഹാരി കെയ്നും വിനി ജൂനിയറും. അതിൽ തന്നെ വിനി ജൂനിയറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ നോക്കൗട്ട് റൗണ്ടുകളിലെ സ്റ്റാറ്റ്സ് അൺബിലീവബിൾ ആണ്. 6 ഗോൾസ് അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബിഗ് ഗെയിം ഇൻഫ്ലുവൻസ് കൂടി നമ്മൾ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ കണ്ടിരിക്കുകയാണ്. അൺബിലീവബിൾ സ്റ്റഫ്. അതായത് ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ട് അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. റിയേഴ്സൺ നല്ല രീതിയിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു, റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ഡോട്ട്മുണ്ടിൻ്റെ റിയേഴ്സൺ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് കാഴ്ചവെക്കുന്നു. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മൊമെൻറ്റിലെങ്കിലും അതിന് ഡെലിവറി ചെയ്യാൻ സാധിക്കും. അതാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, അദ്ദേഹത്തിന് മടുപ്പില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇന്നലെയും ഒരു മൊമെൻറ്റിൽ ഡെലിവറി ചെയ്യുന്നതിന് നമ്മൾ കണ്ടത്. മാത്രമല്ല അദ്ദേഹം ചാൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 8 ടേക്ക് ഓണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ഏറ്റവും കൂടുതൽ ടേക്ക് ഓണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് 10 ആണ്. അതായത് റൊണാൾഡിനോ ആർസണലിനെതിരെ, ലിയോണൽ മെസ്സി 2 തവണ യുവൻറ്റസിനെതിരെയും മാഞ്ചസ്റ്ററിനെതിരെയും അത്തരത്തിൽ 10 ടേക്ക് ഓണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ചെൽസിക്കെതിരെ 8 ടേക്ക് ഓണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ വിനി ജൂനിയർ ഇടം പിടിച്ചിട്ടുള്ളത്. 8 ടേക്ക് ഓണുകളാണ് ഇന്നലെ ചങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് വിനി ജൂനിയർ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. ഒരുപാട് ഡ്യൂലുകൾ അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 12 ഡ്യൂലുകൾ അദ്ദേഹം വിൻ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് നമ്പാം ഒരു ബിഗ് ഗെയിമിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിൽ. ഇനി ബ്രസീലിൻ്റെ കുപ്പായത്തിൽ അദ്ദേഹത്തിന് അത് ഡെലിവറി ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാത്തിരുന്ന് കാണണം. കോപ്പ അമേരിക്ക വരുന്നുണ്ട്. അതിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് അദ്ദേഹം ബ്രസീലിന് വേണ്ടി ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ ആ ബാലൻ ഡി ഓർ ചങ്ങായിക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം ആ ഒരു പോഡിയത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മാത്രമല്ല വിനി ജൂനിയറിൻ്റെ ഈ ഗോളിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്.
അപ്പോൾ അതിൽ ചിലതൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അതായത് 24 വയസ്സ് തികയുന്നതിന് മുമ്പ് മൾട്ടിപ്പിൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളിൽ ഗോളടിച്ച താരം ഇതിനു മുമ്പ് ആകെ സാക്ഷാൽ ലിയോണൽ മെസ്സി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ വിനി ജൂനിയറിന്റെ പേര് കൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഓർക്കണം. അതുപോലെ തന്നെ ഈ ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലുകളിൽ മൾട്ടിപ്പിൾ ഗോളുകൾ അടിച്ചത് ആരൊക്കെയാണെന്നറിയോ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗോളുകൾ അടിച്ചത് ആരൊക്കെയാണെന്നറിയോ? ആ പട്ടികയിലേക്ക് കൂടി വിനി ജൂനിയർക്ക് ഇടം പിടിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ലിവർപൂളിനെതിരെ അന്ന് ഫൈനലിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു വിനി ജൂനിയർ ആയിരുന്നു. ഇപ്പോൾ ഡോട്ട്മുണ്ടിനെതിരെ രണ്ടാമത്തെ ഗോൾ വിനി ജൂനിയർ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ ആ പട്ടികയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരുണ്ട്, ഗാരത്ത് ബെയിലിന്റെ പേരുണ്ട്, സെർജിയോ റാമോസിന്റെ പേരുണ്ട്, റൗളിന്റെ പേരുണ്ട്. അതിലേക്കാണ് വിനി ജൂനിയറിന്റെ പേര് കൂടി എഴുതി ചേർക്കപ്പെട്ടുള്ളത്. ചെറിയ കാര്യമൊന്നുമല്ല അത്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലുകളിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോൾ അടിച്ചുള്ളത് 2 താരങ്ങൾ മാത്രമാണ്. ഗാരത്ത് ബെയിൽ 3, ക്രിസ്ത്യാനോ റൊണാൾഡോ 4. അപ്പോൾ അതായിരിക്കും ഇനി വിനി ജൂനിയറിന്റെ ലക്ഷ്യം, അത് മറികടക്കുക എന്നുള്ളത്. എന്താല്ലേ. ഇനി ടോണി ക്രോസിനെ കുറിച്ച് ഞാൻ എന്താ പറയാ, നിങ്ങൾ പറഞ്ഞതാ. എന്താണ് ഞാൻ ഈ ജർമ്മൻ സ്നൈപ്പറിനെ കുറിച്ച് പറയാ? ആള് ഇനി റയൽ മാഡ്രിഡിന്റെ തൂവള്ള കുപ്പായത്തിൽ ഒരു മത്സരം കളിക്കാൻ ഉണ്ടാവില്ല. അത് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. 34ാമത്തെ വയസ്സിൽ ചങ്ങായി കരിയർ അവസാനിപ്പിക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നു, ബൂട്ട് അഴിച്ചു വെക്കാനുള്ളൊരു തീരുമാനം എടുക്കുന്നു. ഇനിയിപ്പോൾ യൂറോയിൽ ജർമ്മനിയുടെ കൂടി കളിച്ചിട്ട് അദ്ദേഹം ഫുട്ബോളിനോട് ടാറ്റ ബൈ ബൈ പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിലും എജാതി സ്റ്റൈലിലാണ് ചങ്ങായി തൻ്റെ കരിയർ അവസാനിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് അതേ സംബന്ധിച്ചോളം. അതിനും ഒരു ധൈര്യം വേണം ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ. എന്നിട്ടോ ഇങ്ങനത്തെ ഒരു രീതിയിൽ കരിയർ അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും സ്വപ്നം കാണുന്ന തരത്തിലൊരു സംഭവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു, ലാ ലീഗ ടൈറ്റിൽ അടിക്കുന്നു, അപ്പോൾ ഒരു ഡൊമസ്റ്റിക് കപ്പ് അടിക്കുന്നത് മാത്രമല്ല, റയൽ മാഡ്രിഡിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫിഗർ ആയിട്ടാണ് അദ്ദേഹം കളിക്കളത്തിൽ നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും മികച്ച സീസണുകളിൽ ഒന്ന് റയൽ മാഡ്രിഡിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിട്ടാണ്, ഡെലിവറി ചെയ്തുകൊണ്ടിട്ടാണ് അദ്ദേഹം പടിയിറങ്ങി പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. ഇതോടൊപ്പം ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലും അദ്ദേഹം ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ആ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാനുള്ള ഡെലിവറി പ്രൊവൈഡ് ചെയ്തത് മറ്റാരും അല്ല, ടോണി ക്രോസ് തന്നെയാണ്. എന്താല്ലേ. അതായത് ഇങ്ങനെ ഇത്തരത്തിൽ കരിയർ അവസാനിപ്പിക്കാനും ഒരു ഭാഗ്യം വേണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ഒരു സമയത്ത് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ധൈര്യം വേണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സിനൊന്നും ഇത്തരത്തിൽ അവരുടെ കരിയർ അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയ ഫെയർവെൽ, ആ സാന്റിയാഗോ ബെർണബേയിലെ ഫെയർവെൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സംഭവമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ റയൽ മാഡ്രിഡിന്റെ ആരാധകരെല്ലാവരും കരഞ്ഞിട്ടുണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോണി ക്രോസ് തുടക്കത്തിലൊന്നും കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ കിട്ടിയിട്ടുണ്ടെന്ന് അദ്ദേഹം പലരെയും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിനെ കെട്ടിപ്പിടിക്കുന്നു, കാർലോ ആൻചെലോട്ടിയെ കെട്ടിപ്പിടിക്കുന്നു, ആരാധകരെ നോക്കി കൈ വീശുന്നു. പക്ഷെ അപ്പോഴൊന്നും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടില്ല. പക്ഷേ തൻ്റെ മകൾ കരഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പിടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. അദ്ദേഹം കരയുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ റയൽ മാഡ്രിഡിന്റെ ആരാധകരും കരഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. വല്ലാത്തൊരു ഫെയർവെൽ തന്നെയാണ് റയൽ മാഡ്രിഡ് ആരാധകർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം ഈ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ പറയുന്നത് എക്സ്ട്രാ പ്രഷറായിരുന്നു റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞു, പക്ഷേ അവർക്ക് പ്രഷറൊന്നും ഒരു വിഷയമല്ല എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അങ്ങനെ അവർ ആ ഒരു കിരീടം നേടുന്നു. ഇതോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലും അദ്ദേഹത്തിന് ഒരു ഫെയർവെൽ കൊടുക്കാൻ റയൽ മാഡ്രിഡിന്റെ ആരാധകർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് കാർലോ ആൻചെലോട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. യൂഷ്വലി നമ്മൾ കാണുന്ന ആ ഒരു മോഡ്രിച്ച് ക്രൂസ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു ലേറ്റ് ഇൻ ദ ഗെയിം. എന്നിട്ട് എന്താണ്, അദ്ദേഹം അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്ന സാഹചര്യത്തിൽ റയൽ മാഡ്രിഡിന്റെ കുപ്പായത്തിൽ ഇനിയില്ല ടോണി ക്രൂസ് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതൊരു അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിലെ അവസാനത്തെ ഒരു നടന്നുപോക്കാണ് ആ ഡ്രസ്സിംഗ് റൂമിലേക്കുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം റയൽ മാഡ്രിഡിന്റെ ആരാധകരെ നോക്കിയിട്ട് നിങ്ങളിൽ ഒരാളാണ് ഞാൻ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ആക്ഷൻ കാണിച്ചതൊക്കെ ഒരു സൂപ്പർവായിട്ടുള്ള സംഭവമാണ്. അതിലും വലുത് ഇനി എന്താണ് റയൽ മാഡ്രിഡ് ആരാധകർക്ക് വേണ്ടത്? ഒരു പ്രോപ്പർ മാഡ്രിസ്റ്റാണ് താൻ എന്നുള്ളത് പലപ്പോഴായിട്ട് ടോണി ക്രോസ് പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല ആ കിരീടം കൂടി ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടാണ് ആൾ പോകുന്നത്. ഒരു വല്ലാത്ത സ്റ്റൈലാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത്, ഒരു രക്ഷയില്ല. എന്നിട്ട് കാർലോ ആൻചെലോട്ടിയെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് പോവുകയാണ്. എന്തായാലേ മത്സരത്തിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യുന്നു, തൻ്റെ ഫാമിലിയുടെ കൂടെ ആരാധകരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയല്ലേ കരിയർ അവസാനിപ്പിക്കേണ്ടത്? 34ാമത്തെ വയസ്സാണ്, ശരിയാണ്. നമ്മുടെ ഉള്ളിൽ തോന്നലുണ്ട് ഇത്ര പെട്ടെന്ന് വേണോ എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം എപ്പോഴാണ് വേണ്ടതെന്നുള്ളത്. അത് കൃത്യമായിട്ട് അദ്ദേഹം ചെയ്ത് കാണിച്ചു തന്നിരിക്കുകയാണ്. വാട്ട് എ വേ ടു ഫിനിഷ് യുവർ കരിയർ അല്ലേ. ഇങ്ങനെയാണ് ബൂട്ട് അഴിച്ചു വെക്കേണ്ടത്. അങ്ങനെ എന്തായാലും ഇനി അദ്ദേഹത്തിന് ജർമ്മനിയുടെ കൂടെ യൂറോ കളിക്കേണ്ടതായിട്ടുണ്ട്. ആ യൂറോ അദ്ദേഹത്തിന് അടിക്കാൻ സാധിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഒരു എക്സെപ്ഷണൽ കരിയറാണ് ടോണി ക്രോസ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഈ മത്സരത്തിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എന്താണ്,
ഫസ്റ്റ് ഹാഫിൽ ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മൊത്തം റയൽ മാഡ്രിഡ് ടീമിനുണ്ടായിരുന്നു, അതേപോലെ തന്നെ ടോണി ക്രോസിനും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയുന്നതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കൃത്യമായിട്ടും എന്താണ് ടോണി ക്രോസ് നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ചില ഫ്രീ കിക്ക് അറ്റംപ്റ്റുകളൊക്കെ മികച്ചതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോർണറിൽ നിന്നുള്ള സെറ്റ് പീസിൽ നിന്ന് ഡെലിവറികൾ മനോഹരമായിരുന്നു. അങ്ങനെ ഒരു ഡെലിവറിയിൽ നിന്ന് കാർവാഹൽ ഹെഡ് ചെയ്ത് ഗോളാക്കുന്ന നമ്മൾ കണ്ടു. പിന്നെ യൂഷ്വലി പാസ് മാസ്റ്ററാണ് ടോണി ക്രോസ്, നമുക്കറിയുന്നതാണ്. 94 അറ്റംപ്റ്റഡ് പാസുകളിൽ 91 അദ്ദേഹത്തിന് ഇന്നലെയും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. അത് എക്സെപ്ഷണൽ ഫിഗറാണ്. ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റ് അദ്ദേഹം വീണ്ടും ഡെലിവറി ചെയ്ത് കാണിക്കുന്നത്. ഒപ്പം എന്താണ് 4 ചാൻസുകൾ ചങ്ങായി ക്രിയേറ്റ് ചെയ്തു, ഒരു അസിസ്റ്റ് ഓൾറെഡി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പിന്നെന്താണ് അദ്ദേഹം 3 ടാക്കിളുകൾ അറ്റംപ്റ്റ് ചെയ്തതിൽ 2 വിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ഡിഫെൻസീവ്ലിയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കുന്നു. വാട്ട് എ ഫുട്ബോളർ മാൻ, ഏജാതി പ്ലെയറാണ്. നമുക്ക് ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ പ്രകടനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കമവിംഗ എക്സെപ്ഷണൽ ആയിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിലും പലരും സ്ട്രഗിൾ ചെയ്തപ്പോൾ കമവിംഗ സ്ട്രഗിൾ ചെയ്യാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. 21 വയസ്സ് മാത്രമേ ചങ്ങായിക്ക് പ്രായമുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ട് പല ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കുറച്ച് ക്യാമ്പയിനുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ അതേ എനർജി ഫുൾ 90 മിനിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള സംഭവമല്ല. സെക്കൻഡ് ഹാഫിൽ നമ്മൾ തോന്നിയിട്ടുണ്ടായിരുന്നു ചില സാഹചര്യങ്ങളിൽ ചങ്ങായി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം അത് എനർജി, അദ്ദേഹത്തിൻ്റെ ടാക്ലിങ്ങിലുള്ള ബ്രില്യൻസ്, 5 ക്ലിയറൻസുകൾ നടത്തുന്നു. കിടിലനായിട്ടാണ് കമവിംഗ കളിച്ചിട്ടുള്ളത്. വാട്ട് എ ഫുട്ബോളർ അഗെയിൻ, വാട്ട് എ സൈനിങ് അല്ലേ. അപ്പോൾ യൂനി കലഫാത്തിൻ്റെ വിഷനും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അനദർ ഫാന്റാസ്റ്റിക് സൈനിങ് ആണ് അവർ നടത്തിയിട്ടുള്ളത് കമവിംഗയിൽ. അപ്പോൾ ചെമേനിയുടെ അഭാവത്തിൽ ആ ഒരു ബിൽഡപ്പിൽ ഇത്തിരി അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ കമവിംഗ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ടോണി ക്രോസ് പിന്നെ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് ബോൾ സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ഡോട്ട്മുണ്ട് കാര്യമായിട്ട് പ്രശ്നം ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു പ്രസ്സിംഗ് ട്രിഗറായിട്ട് സബിറ്റ്സർ മാത്രം കളിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ, ട്രാൻസിഷനിലൂടെ റയൽ മാഡ്രിഡിനെ ത്രട്ടൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ അവർ ഫസ്റ്റ് ഹാഫിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷെ എന്താണ് ഗോളടിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഫെഡെ വാൽവർദയെ കുറിച്ച് ആരും അധികം സംസാരിക്കുന്നില്ല. പക്ഷേ ഫെഡെ വാൽവർദെ വൺസ് അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്തിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഏരിയയിലൂടെ ആയിരുന്നു കൂടുതലും ക്രിയേറ്റീവ് ആയിട്ടുള്ള പാസുകൾ പോലും വരുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു റൈറ്റ് സൈഡിലൂടെ പിന്നെ അദ്ദേഹത്തിൻ്റെ റിക്കവറി റണ്ണുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വളരെ മികച്ച രീതിയിലുള്ള മറ്റൊരു പ്രകടനം കൂടിയാണ് ഫെഡെ വാൽവർദെ കാഴ്ചവെച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. റോഡ്രിഗോ കാര്യമായിട്ടൊന്നും പെർഫോം ചെയ്തില്ല. ഫസ്റ്റ് ഹാഫിൽ ആകെ 11 ടച്ചസുകളെ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കാർലോ ആഞ്ചലോട്ടി വരുത്തിയ ട്വീക്ക്, കാരണം ഒരു റോമിംഗ് റോളായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. റൈറ്റ് വിങ്ങിൽ തന്നെ നിൽക്കാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും അത് മാറ്റ്സിന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മാറ്റ്സിന് ഇൻവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള ടാക്ടിക്കൽ ഡീറ്റെയിൽസ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം. അപ്പം അങ്ങനെ ഒരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം ഓർക്കേണ്ടത്. ഡിഫെൻസീവ്ലി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ജൂഡ് ബെല്ലിംഗാം ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഈ മത്സരത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു അസിസ്റ്റ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു എങ്കിൽ പോലും കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോക്സിലേക്കുള്ള ചില റണ്ണുകളൊക്കെ വളരെ മികച്ചതായിരുന്നു. ഒരു ഹെഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടത്. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കമവിംഗ കട്ട് ബാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ സ്ലോട്ടർബെക്ക് മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹം ടയർലെസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാനും അതുപോലെ അറ്റാക്കിൽ ബോക്സിലേക്ക് കയറി കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജൂഡ് ബെല്ലിംഗാമിൽ നിന്നാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അസിസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം. പിന്നെന്താണ് നമ്മൾ മിഡ്ഫീൽഡിൽ നിന്നും ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മെൻഡി നന്നായി തന്നെയാണ് കളിച്ചിട്ടുള്ളത്. മെൻഡി ഡിഫെൻസീവ്ലി വളരെ സോളിഡ് ആയിരുന്നു. ശരിയാണ്, റയൽ മാഡ്രിഡ് ചാൻസുകൾ കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ അവരുടെ ഒരു ഡിഫെൻസീവ് ലൈനിൻ്റെ പ്രശ്നമായിരുന്നു. ഒരു ഹൈലൈന് കീപ്പ് ചെയ്താണ് പ്രധാനമായിട്ടും പ്രശ്നം ഉണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഗെയിൻ ടാക്ടിക്സ് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. കാർവാഹാലും അത്തരത്തിലുള്ള ഒരു ഹൈലൈനിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എല്ലാം കൊടുത്ത് ഡിഫെൻഡ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. റുഡിഗർ സോളിഡ് ആയിരുന്നു. നാച്ചോ മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അഗെയിൻ അവർ ചാൻസുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിബോ കോർട്ടുവ അൺബലീവബിൾ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലുനിനാണ് റയൽ മാഡ്രിഡിനെ ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഫൈനലിൽ തിബോ കോർട്ടുവ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള തീരുമാനം കാർലോ ആഞ്ചലോട്ടി എടുക്കുന്നു. 2022 ലിവർപൂളിനെതിരെയുള്ള ഫൈനലിന് സാമ്യമുള്ള തരത്തിലൊരു ഫൈനലായിരുന്നു നമുക്ക് ഈ ഒരു മത്സരത്തിലും കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് അതേപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് സെക്കൻഡ് ഹാഫിൽ വിനി ജൂനിയർ അന്ന് ഗോൾ അടിക്കുന്നു. ഇവിടെ ഡാനി കാർവാഹൽ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, റയൽ മാഡ്രിഡിനെ പണിഷ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിൽ പണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കൊന്നിട്ടില്ലെങ്കിൽ അവർ തിരിച്ച് പണി തരും. അത് തന്നെയാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. 2022 സാമ്യമുള്ള ഒരു ഫൈനൽ തന്നെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. തിബോ കോർട്ടുവ മനോഹരമായിട്ടുള്ള സേവുകൾ നടത്തുന്നു. പ്രത്യേകിച്ച് അദിയമയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു 1-on-1 സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ആരാണ് ആ ബോൾ കൊടുത്തതെന്നറിയോ? ഹുമൽസ് ആണ്. ഹുമൽസ് ഹാഡ് ആൻ എക്സലന്റ് ഗെയിം. ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഹുമൽസ് ഡിഫെൻസീവ്ലിയും ഓൺ ദ ബോളും. ഈ സീസണിൽ മൊത്തം ആ രീതിയിലാണ് കളിച്ചത്. എന്തുകൊണ്ടാണ് നൈഗൽസ്മാൻ ഹുമൽസിനെ യൂറോയിലേക്ക് വിളിക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവമാണ്. ആൾക്ക്
ആളതിന് ഡിസേർവിങ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു രക്ഷയുണ്ടാകുന്നില്ല ചങ്ങായി. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ബോളിൽ നിന്നാണ് അദിയമിക്ക് ആ ഒരു 1v1 സിറ്റുവേഷൻ ഉണ്ടായത്. അപ്പോൾ അവിടെ തിബോ കോർട്ടോ മനോഹരമായിട്ട് ഈ അദിയമിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മെൻറ്റൽ ബ്ലോക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഡിസിഷൻ അദ്ദേഹത്തിന് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അവിടെ കമ്മിറ്റ് ചെയ്തില്ല തിബോ കോർട്ടോ. ചിലപ്പോൾ നേരത്തെ കമ്മിറ്റ് ചെയ്ത് ഒരു പെനാൽറ്റി ഒക്കെ കൺസിഡർ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നാലേ, പക്ഷേ അതവിടെ നടന്നില്ല. അദിയമി ഒരു പുവർ ഡിസിഷൻ എടുക്കുന്നു, അങ്ങനെ അവിടെ റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടു പോകുന്നു. കാർവാഹൽ വന്നിട്ട് പിന്നെ അത് ഡിഫെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. പിന്നെ അദിയമിയുടെ തന്നെ മറ്റൊരു അറ്റംപ്റ്റ് തിബോ കോർട്ടോ സേവ് ചെയ്യുന്നു, ഫുൾക്രിക്കിൻ്റെ അറ്റംപ്റ്റ് സേവ് ചെയ്യുന്നു. ഫുൾക്രിക്കിൻ്റെ ഒരു അറ്റംപ്റ്റ് പോസ്റ്റ് തട്ടി പോകുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടുള്ള സംഭവമാണ്. ഫസ്റ്റ് ഹാഫിൽ തന്നെ മിനിമം 2 ഗോളുകളെങ്കിലും അടിക്കാനുള്ള അവസരങ്ങൾ ഡോട്ട്മുണ്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രാൻഡിനൊക്കെ കിട്ടിയുള്ള അവസരങ്ങൾ. അപ്പോൾ എന്താണ് ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആ ഒരു സ്റ്റേജ് ഫിയർ, ആ ഒക്കേഷൻ്റെ ഫിയർ അവരുടെ ജനറൽ പ്ലേയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനൽ തേർഡിലേക്ക് എത്തിയപ്പോൾ അവരുടെ സംഭവം വിറക്കുന്ന തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതാണ് ആ കമ്പോഷർ, ആ ഒരു കാംനെസ് ഫൈനൽ തേർഡിൽ കാഴ്ച വെച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. റയൽ മാഡ്രിഡ് സംബന്ധിച്ചോളം ഒറ്റ ചാൻസ് മതി. ആ ചാൻസിൽ അവർ കൺവേർട്ട് ചെയ്യും. കാരണം അവരിത് എത്ര കണ്ടതാണ്, കൊക്കെത്ര കുളം കണ്ടതാന്ന് പറഞ്ഞാൽ അവർ എത്ര തവണ അത് കണ്ടതാണ്. അപ്പോൾ അവർക്ക് ഒരു ചാൻസ് മതി നിങ്ങളെ പണിഷ് ചെയ്യാൻ. നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസുകൾ നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ലക്ക് എന്നുള്ള രീതിയിലൊക്കെ പറയാൻ പറ്റും. പക്ഷേ നിങ്ങളാണ് ചാൻസുകൾ കൺവേർട്ട് ചെയ്യാതിരിക്കുന്നത്. അതിനെ ലക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പോരായ്മയാണ്. ഇത്തരത്തിൽ അത് മെൻറ്റാലിറ്റിയുടെ ഒരു സംഭവമാണ്. ക്രൂഷ്യൽ സമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അത്രയും മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഫുട്ബോളിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവമാണ്. ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ തന്നെയാണ് ഡോട്ട്മുണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് മാറി നമ്മൾ കണ്ടു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഗോൾ വന്നതിന് ശേഷം പിന്നെ ഒരു തരത്തിലും ഡോട്ട്മുണ്ട് കളിയിലേ ഉണ്ടായിരുന്നില്ല. അതും അഗൈൻ ഒരു മെൻറ്റാലിറ്റിയുടെ സംഭവം തന്നെയാണ്. ഞാൻ കുറച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഡോട്ട്മുണ്ടാണ് ലീഡ് എടുത്തിരുന്നെങ്കിൽ റയൽ മാഡ്രിഡ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതൊരു മെൻറ്റാലിറ്റിയുടെ സംഭവം കൂടിയാണ്. പിന്നെ മത്സരം തുടങ്ങുമ്പോൾ തന്നെ ഫേവറേറ്റ്സുകളായിട്ടുണ്ടായിരുന്ന റയൽ മാഡ്രിഡ് തന്നെയായിരുന്നു. പക്ഷേ ആ രീതിയിലായിരുന്നില്ല ഡോട്ട്മുണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഡോട്ട്മുണ്ട് നല്ല രീതിയിൽ തന്നെ റയൽ മാഡ്രിഡിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആകെ 2 അറ്റംപ്റ്റുകൾ റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. നിരന്തരം അറ്റാക്കുകൾ ഡോട്ട്മുണ്ട് ഭാഗത്ത് വരുന്നു. അവർ സിറ്റ് ബാക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ ഷേപ്പിലിരുന്നിട്ട് കൗണ്ടർ ചെയ്യണം. അവർ കൗണ്ടർ ചെയ്യുമ്പോൾ 1-2 ആളുകൾ വെച്ചിട്ടല്ല കൗണ്ടർ ചെയ്യുന്നത്, 4-5-6 ആളുകൾ വെച്ച് കൗണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻ പോലും ഉണ്ടായിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ ഒരു കോർണറിൽ നിന്ന് പോലും അവർ മനോഹരമായിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു, 6v3 സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കുന്നു. പക്ഷെ അവർക്ക് അവസാന കടമ്പ കടക്കാൻ സാധിച്ചില്ല, ഗോൾ അടിക്കാൻ സാധിച്ചില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് ഒരു കീപ്പർ എത്ര വലിയ ഇമ്പാക്റ്റ് ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നിങ് ക്യാമ്പയിൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ കീപ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ള കാര്യം പലപ്പോഴും പല ആളുകളും മറന്നു പോകാണ്. ലുനിൻ പല സേവുകൾ ലെയ്പ്സിഗിനെതിരെ ഒരുപാട് സേവുകൾ 2 ലെഗുകളായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. മാൻ സിറ്റിക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു, ബയൺ മ്യൂണിക്കിനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈവൻ പെനാൽറ്റി ഷൂട്ടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവർ ഫൈനലിലേക്ക് എത്തുന്നത്. ഫൈനൽ തിബോ കോർട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ കീപ്പർമാർക്കും വലിയൊരു സേ ഉണ്ട് ഒരു ടീം കപ്പടിക്കുന്ന എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ്. തിബോ കോർട്ടോ വൺ ഓഫ് ദി ബെസ്റ്റ് കീപ്പേഴ്സ് ഇൻ ദി വേൾഡ് ആണ്. ഈ സീസണിൽ അദ്ദേഹം ഒരു ഗോൾ കൺസിഡർ ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ചു വന്നതിന് ശേഷം ഒരു ഗോൾ കൺസിഡർ ചെയ്തില്ലല്ലോ, എന്താ അല്ലേ? അപ്പോൾ അങ്ങനെ ഇനി ഡോട്ട്മുണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ മാക്സിമം ശ്രമിച്ചു. ടെർസിച്ചിൻ്റെ ടാക്ടിക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ മാച്ചിന് ഇൻവേർട്ട് ചെയ്തൊക്കെ മിഡ്ഫീൽഡിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെന്താണ് അവരുടെ ആ ഒരു അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, ഇപ്പോൾ ബ്രാൻഡ് ആണെങ്കിലും ബ്രാൻഡ് ആ ഒരു ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിൽ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. ആ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നായിരുന്നു. ലോങ് ബോളുകൾ അവർ കൊടുക്കുന്നായിരുന്നു. അത്തരത്തിലുള്ള ഡയറക്റ്റ് അപ്രോച്ച് അവരുടെ ഭാഗത്തുനിന്നായിരുന്നു. ഫുൾക്രിക്ക് നല്ല രീതിയിൽ ഹോൾഡ് പ്ലേയും കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഹോൾഡ് പ്ലേ എന്നാണല്ലോ ആ ഒരു ബ്രാൻഡിൻ്റെ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാന്നുള്ള കാര്യം ഓർക്കണം. പക്ഷെ എന്താണ് ഇതിൻ്റെ ടാക്ടിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം. ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ല. ആ സ്റ്റേജ് ഫിയർ, ആ ഒരു ഒക്കേഷൻ്റെ ഫിയർ അവർക്ക് ഉണ്ടായിരുന്നു. തുടക്കത്തിൽ റയൽ മാഡ്രിഡ് ആയിരുന്നു ഗെറ്റിംഗ് ഔട്ട് പ്ലേഡ് എന്ന് നമുക്കറിയുന്നതാണ്. പക്ഷേ അവർ കാമായിട്ട് നിന്നു. അതാണ് കാർലോ അൻചെലോട്ടി പറഞ്ഞത്. സെക്കൻഡ് ഹാഫിൽ ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ അവരോട് പറഞ്ഞത് ആ ഒരു കാംനെസ് കൊണ്ടുവരും എന്നുള്ളതാണ്. ആ കാംനെസ് അവർ കൊണ്ടുവരുന്നു. മാത്രമല്ല അവരുടെ ഹൈലൈൻ അവർ പുറകിലേക്ക് ഇറക്കി അവർ ലോ ബ്ലോക്കിൽ നിൽക്കാനുള്ള തീരുമാനം എടുത്തു. റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ പ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഹൈലൈനിലേക്ക് നിന്നിട്ട്. പക്ഷേ അത് വർക്കൗട്ട് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് അവർ പുറകിലേക്ക് ഇറങ്ങി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ആ ഒരു ഫുൾ ക്രീൻ കിട്ടിയുള്ള ഒരു ചാൻസ് മാത്രമാണ്, ഒരു ഹെഡർ ചാൻസ് മാത്രമാണ് ഡോട്ട്മുണ്ടിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റയൽ മാഡ്രിഡിന് ഒരു ഫുട് ഹോൾഡ് മത്സരത്തിൽ കിട്ടാൻ സാധിച്ചു. ടോണി ക്രോസ് മത്സരത്തിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചു. വിനി ജൂനിയർ ഇൻവോൾവ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അങ്ങനെ ഒരു കോർണറിൽ നിന്ന് ഒരു സെറ്റ് പീസിൽ നിന്ന് ഒരു മൊമെൻറ്റിൽ കളി മാറിമറിയാണ്. അത്രയോ വേണ്ടുള്ളൂ ഒരു മത്സരം മാറിമറിയാൻ. വല്ലാതെ ടാക്ടിക്കൽ ബ്രില്യൻസിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നതാണ്. പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലെയേഴ്സിൻ്റെ മെൻറ്റൽ പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ്, തളരാൻ പാടില്ല ബിഗ് ഒക്കേഷൻസിൽ. അത് ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റ്സ് കൊണ്ട് അളക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കില്ല ഈ മെൻറ്റൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. അത് എളുപ്പമല്ല. അതാണ് ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ടഫ് സിറ്റുവേഷനിൽ
ചിലപ്പോൾ കളിക്കാൻ സാധിക്കുമായിരിക്കും, ഡെലിവറി ചെയ്യുക, ഗോൾ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. മെൻറ്റാലിറ്റി മാറ്റേഴ്സ്. അത് വേണ്ടുവോളമുള്ള ആളുകളാണ് റയൽ മാഡ്രിഡ്. അവർക്കിതൊരു വിഷയമേ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഭവം. ജോസെ മൗറിനോ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണ് റയൽ മാഡ്രിഡിൻ്റെ സ്ട്രക്ചർ? വളരെ സിമ്പിൾ ആണെന്നുള്ളതാണ് ജോസെ മൗറിനോ പറയുന്നത്. അതായത് ഒരു പ്രസിഡന്റ് ഉണ്ട്, പെരസ്. പിന്നെന്താണ്, ഒരു ഡയറക്ടർ ഉണ്ട്, CEO ആയിട്ട് നമ്മുടെ ഹോസെ ആംഗൽ സാഞ്ചസ്, പുള്ളിക്കാരൻ പെരസിൻ്റെ മാലാഖയാണ്. പിന്നെ സ്കൗട്ട് ഉണ്ട്, യൂനി കലഫാത്താണ് ഈ ഒരു കാര്യത്തിൽ ചീഫ് സ്കൗട്ടായിട്ട്. പിന്നെ ആരാണ്? കോച്ച്. ഇത്രയേ ഉള്ളൂ സ്ട്രക്ചറായിട്ട്. പിന്നെ എന്തുകൊണ്ടാണ് ക്ലബ്ബുകൾ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ളൊരു ചോദ്യം ഫെർഡിനാൻഡ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ട്രെൻഡിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ്. ഇത്രയേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് ജോസെ മൗറിനോ വെക്കുന്നൊരു വാദം. കാരണം അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡലാണ്. റയൽ മാഡ്രിഡിനോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് ഈ 21st സെഞ്ചുറിയിൽ ഉണ്ടോ എന്നുള്ളതാണ്. റയൽ മാഡ്രിഡിനോളം സക്സസ് അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള മറ്റൊരു ക്ലബ്ബ് ഏതാണുള്ളത്? പ്രത്യേകിച്ച് പെരസ് ഏറ്റെടുത്തതിന് ശേഷമുള്ള അവരുടെ പിന്നെ സക്സസിൻ്റെ റേറ്റ്, ചാമ്പ്യൻസ് ലീഗിൻ്റെ എണ്ണങ്ങൾ, അത് വേറെ ലെവലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അവിടെ വളരെ സിമ്പിളാണ്, സ്ട്രക്ചർ വളരെ സിമ്പിളാണ്, സക്സസ് മോഡലാണ് ഫോളോ ചെയ്യേണ്ടത്. ശരിയാണ്, അവരെപ്പോലെ ചിലപ്പോൾ ഗലാക്ടിക്കോസിനൊന്നും കൊണ്ടുവരാൻ പല ക്ലബ്ബുകൾക്കും പറ്റിയെന്ന് വരില്ല. പക്ഷേ പൈസയുള്ള ക്ലബ്ബുകൾ ഫോളോ ചെയ്യുന്ന മോഡൽ ശരിയായിട്ട് തോന്നുന്നില്ല പലപ്പോഴായിട്ടും. പിന്നെ മാത്രമല്ല, എക്സ്പീരിയൻസിനും യൂത്തിനും അതിൻ്റെ ആ ഒരു മിക്സ്ചറിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് നമുക്ക് കാണിച്ചു തരുന്നത്. യൂനി കലഫാത്തിൻ്റെ സ്കൗട്ടിങ് വെച്ച രീതിയിൽ വർക്കൗട്ട് ആകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബിഗ് മണി സൈനിങ്ങുകളും അവർ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു റൈറ്റ് മിക്സ്ചർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതിന് പെരസിനും അദ്ദേഹത്തിൻ്റെ സിമ്പിൾ സ്ട്രക്ചറിന് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത്. പലപ്പോഴും പല ക്ലബ്ബുകൾക്കും എക്സ്പീരിയൻസിൻ്റെ വാല്യൂ പോലും മനസ്സിലാക്കാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മോഡേൺ ഫുട്ബോൾ എന്നുള്ളതാണ്. അത് എൻ്റെ ക്ലബ്ബിലും അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ്, ഈ ടോണി ക്രോസും ലൂക്ക മോഡ്രിച്ചും ഒക്കെ പോകുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും റയൽ മാഡ്രിഡിൻ്റെ പ്രകടനങ്ങൾ ഉണ്ടാവുമായിരിക്കുക, അവർ എങ്ങനെയായിരിക്കും ഇനി ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളത് കാണാനൊരു കൗതുകമുണ്ട്. പെരസ് അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വലിയ പരിക്കൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ പോയി, ഗാരത്ത് ബെയ്ൽ പോയി, കസമീറോ പോയി, സെർജിയോ റാമോസ് പോയി, കസിയസ് പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ആരാണ്, ബെൻസീമ ലേറ്റസ്റ്റ് ആയിട്ട് പോയി. എന്നിട്ടും അവർക്ക് അറിയുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ടോണി ക്രോസും ലൂക്ക മോഡ്രിച്ചും ഒക്കെ പോകുമ്പോൾ ശരിയാണ്, അവരതിനുള്ള നല്ല രീതിയിലുള്ള പ്ലാന് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ട്രാൻസിഷൻ പ്ലാന് അൺബിലീവബിളാണ്. പക്ഷേ എങ്ങനെ ഡെലിവറി ചെയ്യുന്നുള്ളത് കാത്തിരുന്ന് കാണാം. ടോണി ക്രോസ് എന്ന് പറയുന്ന ഇതിഹാസം, റയൽ മാഡ്രിഡിൻ്റെ ഇതിഹാസം പടിയിറങ്ങി പോകുന്നൊരു സാഹചര്യത്തിൽ ഡോട്ട്മുണ്ടിൻ്റെ ഒരു ഇതിഹാസം കൂടി പടിയിറങ്ങുന്നുണ്ട്. ഡോട്ട്മുണ്ടിൻ്റെ കുപ്പായത്തിൽ നിന്നുള്ളതാണ്. അദ്ദേഹം ഫുട്ബോളിനോട് വിട പറയുന്ന ഒരു സാഹചര്യമല്ല, പക്ഷേ തൻ്റെ ബിലവഡ് ക്ലബ്ബായിട്ടുള്ള, തൻ്റെ ബോയ്ഹുഡ് ക്ലബ്ബായിട്ടുള്ള ഡോട്ട്മുണ്ടിനോട് വിട പറഞ്ഞു പോവുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ടോണി ക്രോസിൻ്റെ പോലെ ഒരു ഗ്ലോറിയസ് വിടവാങ്ങലല്ല. പകരം ഒരു പരാജയത്തിലാണ് അവസാനിച്ചുള്ളത്. ഒരു ഡെക്കേഡിന് മുമ്പ് വെമ്പിളിയിൽ പിന്നെ ബായൺ മ്യൂണിക്കിനെതിരെ ഒരു ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പരാജയം അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഹൃദയം തകർന്നാണ് മാർക്കോ റോയ്സിൻ്റെയും ഹുമ്മൽസിൻ്റെയും. അതേ തരത്തിൽ വീണ്ടും അവരുടെ ഹൃദയം തകർന്നിരിക്കുകയാണ്. മാർക്കോ റോയ്സ് ഹൃദയം തകർന്നിട്ടാണ് ആ പടിയിറങ്ങി പോകുന്നത്. പക്ഷേ എന്താണ്, രണ്ട് ക്ലബ്ബുകളുടെയും അംബീഷൻസും, രണ്ട് ക്ലബ്ബുകളുടെയും ഫൈനാൻഷ്യൽ സിറ്റുവേഷനും, രണ്ട് ക്ലബ്ബുകളുടെയും പിന്നെ പ്ലെയർ ക്വാളിറ്റിയിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർക്കോ റോയ്സിന് ഒരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമമൊന്നും വേണ്ട. അവസാന കടമ്പ കടക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ടായിരിക്കും. പക്ഷേ എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ ആ ക്ലബിനെ, അത് മതി. ആരാധകരുടെ ഹൃദയത്തിൽ മാർക്കോ റോയ്സിന് എന്നും ഒരു ഇടമുണ്ടാകും. ഡോട്ട്മുണ്ടിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൽ അത് മതി. ചില പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടോണി ക്രോസിന് ഒരു ഗ്ലോറിയസ് വിടവാങ്ങൽ നേടാൻ സാധിച്ചു. ഇനി റയൽ മാഡ്രിഡിൻ്റെ 122 വർഷക്കാലത്തെ ചരിത്രത്തിൽ അവർക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ ഇരിക്കുന്ന രണ്ട് താരങ്ങളുടെ പേരിലാണ്. ഒന്ന് ലൂക്ക മോഡ്രിച്ചിൻ്റെ പേരിലും മറ്റൊന്ന് അവരുടെ അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള നാച്ചോയുടെ പേരിലാണെന്നാണ്. 26 ടൈറ്റിലുകൾ വീതമാണ് ഇവർ രണ്ടുപേരും അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ മർസലയും ബെൻസീമയും 25 ടൈറ്റിലുമായിട്ട് രണ്ടാം സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ്, 3 താരങ്ങളാണ് റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് 6 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകൾ കളിച്ചിട്ടുള്ളത്. അതിൽ ഒറ്റ താരം മാത്രമേ 6 ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഡാനി കാർവഹാലാണ്. പക്ഷേ 3 താരങ്ങൾ കളിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്നറിയോ? ഗെൻറ്റോ, കാർവഹാൽ, ലൂക്ക മോഡ്രിച്ച്. അപ്പോൾ ഇതിൽ ഈ 6 ടൈറ്റിലുകൾ അടിച്ചതിൻ്റെ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സംഭവമൊന്നുമല്ല. ഇപ്പോൾ ടോണി ക്രോസ് 6 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്. അതിൽ 1 ബായൺ മ്യൂണിക്കിൻ്റെ കുപ്പായത്തിലും 5 റയൽ മാഡ്രിഡ് കുപ്പായത്തിലും. ലൂക്ക മോഡ്രിച്ചും ഡാനി കാർവഹാലും നാച്ചോയും പാക്കോ ഗെൻറ്റിയും 6 ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുകൾ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിലാണ് അടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും പാർട്ട് 2-ൽ ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചും ഫസ്റ്റ് ഹാഫിനെ കുറിച്ചും സെക്കൻഡ് ഹാഫിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. ഗുഡ് ബൈ.